ഇദ്ദേഹം JNUവിൽ കഴിഞ്ഞ 12 ദിവസം മുമ്പ് ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, എൻ്റെ റിട്ടയർമെൻറ്റ് 2007 ആഗസ്റ്റിലാണ്, 2027 ആഗസ്റ്റിലാണ്, അതുവരെ ഞാൻ തുടരും എന്ന് പറയുകയുണ്ടായി. അതിനിടയ്ക്ക് പിന്നെ പെട്ടെന്ന് എന്ത് സംഭവിച്ചു? രാവിലെ തുടങ്ങിയ സെഷനിൽ അദ്ദേഹം ചിരിച്ചും തമാശ പറഞ്ഞും ഒക്കെ പോയി പെട്ടെന്നാണ് അന്തരീക്ഷം മാറാനിടയായത്. ഇതിനിടയിൽ JP നദ്ദയുമായി ഉണ്ടായ ഒരു തർക്കം, അത് ആണോ ഇതിലേക്ക് വഴിവെച്ചത്? അത് തുടക്കം അവിടെയാണ്. തുടക്കം എന്ന് പറയുന്നത്, എനിക്കിങ്ങനെ ഒരു മോഷൻ പിന്നെ പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യുന്നതിന് അല്ലെങ്കിൽ സ്ഥാനഭ്രഷ്ടനാക്കുന്നതിന് ഉള്ള ഒരു നീക്കം എന്ന നിലയ്ക്ക് 50 പേര് ഒപ്പിട്ടാൽ മതി ഒരു സുപ്രീം കോടതി ഹൈക്കോടതിയൊക്കെ ജഡ്ജിനെ മാറ്റുന്നതിനായിട്ട് 50 പേര് ഒപ്പിട്ട ഒരു മോഷൻ മതി. പക്ഷേ ഇത് 50-ൽ കൂടുതൽ 63 പ്രതിപക്ഷ നേതാക്കൾ ഒപ്പിട്ട ഒരു മോഷൻ കിട്ടിയിട്ടുണ്ടെന്ന് പറയുകയും, അപ്പോൾ നദ്ദ എണീറ്റ് പറഞ്ഞു അങ്ങനെയല്ല, അത് പാർലമെൻറ്റിൽ പ്രതിപക്ഷ നേതാവടക്കം രാഹുൽ ഗാന്ധി അടക്കം ഒപ്പിട്ട 153 പേരുടെ ഒരു മോഷൻ അവിടെ നോട്ടീസ് അവിടെ റെഡിയായിട്ടുണ്ട്, അത് ഉടനെ തന്നെ പാർലമെൻറ്റിൽ വരും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രസക്തി ഇല്ല എന്നുള്ള മട്ടിലാണ് അദ്ദേഹം സംസാരിച്ചത്. പക്ഷേ അദ്ദേഹം അതുമായിട്ട് മുന്നോട്ട് അതുപോലെ തന്നെ കിരൺ റിജിജു പാർലമെൻ്ററി കാര്യ മന്ത്രി, അദ്ദേഹം എണീറ്റ് പറഞ്ഞു ഇതിങ്ങനെ ഗവൺമെൻറ്റിൻ്റെ തീരുമാനം ഇങ്ങനെയാണ്, അത് പാർലമെൻറ്റിൽ ആദ്യം അവതരിപ്പിക്കാനാണ് എന്ന് പറഞ്ഞിട്ടും ലോക്സഭയിൽ, അതായത് പാർലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ലോക്സഭയിൽ ആദ്യം അവതരിപ്പിക്കാനാണ് എന്ന് പറഞ്ഞിട്ട് പോലും നമ്മുടെ ചെയർമാന് വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞത് നമുക്കൊരു കാര്യം ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി കൂടിയത് നമുക്കിന്ന് തീരുമാനിക്കാമെന്ന്. അങ്ങനെ 12:30 ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി കൂടിയപ്പോഴും JP നദ്ദയും കിരൺ റിജിജുവും ഒക്കെ പറഞ്ഞിട്ടും ഇദ്ദേഹത്തിന് അനക്കമില്ല. ഇദ്ദേഹം അത് തുടരാനുള്ള നീക്കത്തിലാണ് പോകുന്നത്. എന്തായാലും തർക്കമായി വന്നപ്പോൾ 4:30 വീണ്ടും ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി കൂടാമെന്ന് തീരുമാനിച്ച് പോവുകയും ആ 4:30 പെട്ടെന്ന് ഒരുപാട് അന്തരീക്ഷം മാറുകയും ചെയ്തു.